അട്ടക്കുളങ്ങര ഗവൺമെൻറ് സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുകയാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി എന്നോടൊപ്പം ചേരുന്നു. ഇത് എവിടെയായിരുന്നു സാർ ഇത്ര നേരം? ഇനി തപ്പാ തലം ബാക്കിയൊന്നുമില്ല. എൻ്റെ ഓർമ്മ ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു സംസ്ഥാന സ്ഥാപനമാണ് അത് മെയിൻ്റെനൻസ് നടത്തിയത്. റൂഫിൻ്റെ അത് 15 ലക്ഷം രൂപ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. അത് ശരി. അപ്പം അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞും അറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. അപ്പോൾ ഇപ്പം എന്തായാലും അവിടെ അത് കാറ്റത്ത് അതിൻ്റെ റൂഫ് പൊളിഞ്ഞ് വീണ് അപകടമൊന്നും ഉണ്ടായില്ല. സാധാരണഗതിയിൽ ഈ മെയിൻ്റെനൻസ് അല്ല, മെയിൻ്റെനൻസ് ചെയ്തതിന് ശേഷം കൊടുക്കേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് കുട്ടികളിൽ പഠിക്കുന്ന സ്കൂളിൽ മാത്രമല്ല, സമീപ പ്രദേശത്ത് അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ കാര്യവും പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഓ, അതൊക്കെ അറിയാലേ. പിന്നെ മേയർ ഇന്നലെ അവിടെ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിച്ചത് 3 കോടി രൂപയുടെ ചെലവിൽ നിർമ്മാണം നടത്തിയ ഒരു കെട്ടിടം കാലപ്പഴക്കം ചെല്ലുന്നതിന് മുമ്പ് എങ്ങനെയാണ് തകർന്നു വീണത്? അതിൽ ദുരൂഹതയുണ്ട് എന്നൊക്കെയാണ്. അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് അയാൾക്ക് മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ ആർക്കും തന്നെ അങ്ങനെ ഒരു വിജ്ഞാനവും ഒരു വിവരവും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുന്നില്ല. സൂപ്പർ. ബാക്കി ഞാൻ നാളെ ചിരിക്കാവേ. നഗരസഭയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി നൽകാൻ മേയർ വി രാജേഷിനോടൊപ്പം ചേരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് താങ്കൾ കാര്യങ്ങൾ പഠിക്കാതെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കുകൾ ഇന്നലെ അവതരിപ്പിച്ചതെന്നാണ്. എന്താണ് അതിന് മറുപടി? അദ്ദേഹം പഠിപ്പിച്ച് തന്നെയാണ് ഈ അവസ്ഥയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ആക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹം അന്വേഷണത്തിന് വിധേയനാകണം. കാരണം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ, അതായത് 2025 7-ാം മാസമാണ് അതിൻ്റെ അവസാനം, ഇന്നലെ പൊളിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ അവസാന ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. അതിൽ ഉദ്ഘാടനം വി ശിവൻകുട്ടി എന്നും അധ്യക്ഷൻ ആന്റണി രാജു MLA എന്നും ബോർഡ് വെച്ചിട്ടുണ്ട്. നീ ആള് കൊള്ളാലോടാവേ. പൊളിക്കാനിട്ടിരുന്ന കെട്ടിടത്തിൽ ഓടിനും പെയിൻ്റ് അടിച്ച് അവിടുത്തെ കുറച്ച് ചുവരിനും പെയിൻ്റ് അടിച്ചിട്ട് കോടിക്കണക്കിന് രൂപയാണ് വക മാറ്റിയിരിക്കുന്നത്. ആ കെട്ടിടമാണ് ഇന്നലെ പൊളിഞ്ഞു വീണത്. പോലത്തെ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാ എന്താ ചെയ്യാ? വല്ലാത്ത മനുഷ്യന്മാരെ നിങ്ങളെ കേട്ടാ. അവിടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനവും പ്രവർത്തിക്കുന്നില്ല, കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കുന്നില്ല, മറ്റൊരു ഓഫീസും പ്രവർത്തിക്കുന്നില്ല. സമഗ്ര ശിക്ഷ കേരളം എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഓഫീസിന് പ്രവർത്തിക്കുവാൻ ശ്രീ ശിവൻകുട്ടിയാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്. ആ കെട്ടിടമാണ് ഇന്നലെ പൊളിഞ്ഞു വീണത്. സന്തോഷായോ? തനിക്ക് ഈ ജീപ്പന്റെ നെഞ്ച് തുടക്കായിട്ടായിരുന്നില്ലേ? അതോടൊപ്പം തന്നെ 2020 ഇതുപോലെ ഏകദേശം 1,30,00,000 രൂപയ്ക്ക് അകത്ത്, എനിക്ക് രേഖകൾ പരിശോധിച്ചിട്ട് കൃത്യമായ എമൗണ്ട് പറയാൻ സാധിക്കുള്ളൂ, ഇന്ന് ഫയൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഉള്ളിൽ ചിലവഴിച്ച് ഇതേ കെട്ടിടം തന്നെ അതിലും പണി ചെയ്തിട്ടുണ്ട്. അത് ശരി. അല്ല, അദ്ദേഹം പറയുന്നത് 15 ലക്ഷം രൂപ മാത്രമേ ഇന്നലെ ഈ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മാറ്റി വെച്ചിട്ടുള്ളൂ. പിന്നെ എവിടെ നിന്നാണ് ഈ കോടികളുടെ കണക്ക് വരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അല്ല, അദ്ദേഹത്തിനെ അറിയാവുള്ള കണക്കുകളൊക്കെ ആരാണ് ചിലവഴിച്ചത്, എന്ത് ചിലവഴിച്ചത്, അവിടുത്തെ കഴുക്കോല് വരെ ഊരിക്കൊണ്ടുപോയെന്നാണ്. എൻ്റെ കൂടെ ഞാൻ പേര് പറയുന്നില്ല, വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞത് സൂക്ഷിച്ച് അതിനകത്ത് കയറണം, അതിനകത്ത് കഴുക്കോല് പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഞാൻ പോകുന്നു. ബൈ.